ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 41. അവതരണം അപര. ഐഷു നടന്നു വന്നു മെഹറിൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും മെഹറു അവളെ നോക്കുക പോലും ചെയ്തില്ല. അജുവിൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവന് മുഖം തിരിച്ചു കളഞ്ഞു. ഉള്ളിൽ നൊമ്പരത്തിൻ്റെ തിരമാലകൾ അലയൊലികൾ തീർക്കുന്നുണ്ടെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ റോഹുവിൻ്റെ മുന്നിലേക്ക് ചെന്നു അവൾ. അവൻ്റെ മുഖത്തെ നിറഞ്ഞ ചിരി മതിയായിരുന്നു ഐഷുവിൻ്റെ നൊമ്പരങ്ങൾക്ക് തണുപ്പേകാൻ. റോഹുവിനും വൈഫിനും ഒപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഐഷുവിനെ കണ്ടതും അജുവും ഞാനും പരസ്പരം നോക്കി. ചേർന്ന് നിൽക്കുന്ന റോഹുവിനെയും ഐഷുവിനെയും കണ്ടതും എൻ്റെ കണ്ണുകളിൽ നീറ്റൽ പടർന്നു. ഇങ്ങനെ ഇവരുടെ കൂടിച്ചേരൽ ഒത്തിരി സ്വപ്നം കണ്ടതാണ് ഞാനും അജുവും. അതിന് മഴവില്ലിൻ്റെ നിറം പകർന്ന് തന്നതാകട്ടെ അവരും. അവരുടെ വിവാഹം എൻ്റെയും അജുവിൻ്റെയും സ്വപ്നമായിരുന്നു. അത്രയ്ക്കും മനസ്സ് തുറന്ന് സ്നേഹിച്ചതായിരുന്നു അവളെ. ഞങ്ങളുടെ സൗഹൃദ വലയത്തിലേക്ക് കൂടെ കൂട്ടാൻ അവളേക്കാൾ ബെസ്റ്റർ ഓപ്ഷൻ വേറെ ഇല്ലായിരുന്നു. ഞങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറി വന്നത്, എന്നിട്ടൊരു യാത്ര പോലും പറയാതെ ഞങ്ങൾക്കിടയിൽ നിന്ന് അവൾ പോയി. പകരം ഷിഫാന വന്നു. റിച്ചുവാണ് എൻ്റെ ജിന്നെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചത് അവളായിരുന്നു. ഞാനും നീ ഒരിക്കലും പിരിയില്ല മെഹറു. നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ചൊരു വീട്ടിൽ. സ്വപ്നങ്ങളുടെയും മോഹങ്ങളുടെയും കെട്ടുകൾ കൂട്ടിയതും അതിൽ ആനന്ദം കണ്ടെത്തിയതും അവളായിരുന്നു. പതിയെ പതിയെ ആ ആഗ്രഹങ്ങളുടെ മായാവലയത്തിലേക്ക് എന്നെയും അജുവിനെയും വലിച്ചിട്ടതും അവളായിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരാൾക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ട് അവർ രണ്ടാളും പുതിയ ചില്ല തേടിയിരിക്കുന്നു. പഴയ സ്വപ്നത്തിൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് മോചനമില്ലാത്തത് എനിക്കും അജുവിനും മാത്രമായിരുന്നു. ചിന്തകൾക്ക് തിരിച്ചുവരവുണ്ടായത് അരികിൽ ഐഷുവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ്. അവൾ റിച്ചുവിനോട് കാര്യമായി എന്തോ സംസാരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ കൂടിച്ചേരൽ. നിങ്ങളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല റിച്ചുക്ക. ഐഷു നല്ല സന്തോഷത്തിലാണ്. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത കണ്ണിൽ കാണാനുമുണ്ടായിരുന്നു. ഞങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ മൗനം കൂട്ടുപിടിച്ച് പരസ്പരം അകന്നു പോയപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടതും തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഏറെ കഷ്ടപ്പെട്ടത് അവളായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് കൂടപ്പിറപ്പായ കൂട്ടുകാരിയും ഒക്കെയായി ചങ്കിൽ പതിഞ്ഞു പോയവളാണ്. പക്ഷേ റോഹുവിൻ്റെ നോവുറങ്ങുന്ന മിഴികൾ കാണുമ്പോൾ അതെല്ലാം മറന്നുപോയിരുന്നു ഞാൻ. മെഹറു, നീ എന്നോട് പിണക്കുവാണോ? നിൻ്റെ കല്യാണത്തിന് പോലും എന്നെ വിളിച്ചില്ലല്ലോ. അത്രയ്ക്ക് വെറുത്തുപോയോ എന്നെ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടിട്ടും ഒന്ന് ചിരിക്കാൻ പോലും തോന്നിയില്ല. ദേഷ്യമായിരുന്നു ഉള്ളു നിറയെ. വിശ്വാസം തകർന്നു കളഞ്ഞവളോടുള്ള അടങ്ങാത്ത ദേഷ്യം. ഞാൻ എന്തെങ്കിലും മിണ്ടിയാലോ എന്ന പ്രതീക്ഷയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവളോട് ഒന്നും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കോളേജിൽ നിന്നും അധികം ഫ്രണ്ട്സിനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. താല്പര്യമില്ലാത്ത പോലുള്ള എൻ്റെ മറുപടി കേട്ടതും പെയ്യാൻ വിരുമ്പിയ മിഴികൾ അവൾ എന്നിൽ നിന്നും മറച്ചു പിടിച്ചു. അവരെപ്പോലെയാണോ നിനക്ക് ഞാൻ? നിനക്കെന്താ മറ്റുള്ളവരെക്കാൾ പ്രത്യേകത? കോളേജ് ഫ്രണ്ട്സ്, അതിലുപരി ഒന്നുമില്ല. അതാവും മറന്നുപോയത്. ഇപ്പം ഇവിടെ കണ്ടപ്പോഴാണ് നിന്നെ വീണ്ടും ഓർമ്മ വന്നതുപോലും. മെഹറു, പ്ലീസ്, മറ്റൊന്നിൻ്റെ പേരിലും നമ്മുടെ സ്നേഹത്തെ ഇല്ലാതാക്കരുത്. കണ്ണീരിൻ്റെ അകമ്പടിയോടെ പറഞ്ഞ വാക്കുകളിലെ പതർച്ച തിരിച്ചറിഞ്ഞിട്ടും എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല ഐഷു, മറ്റെന്തിൻ്റെ പേരിലെന്നാണ് നീ ഉദ്ദേശിച്ചത്? മറുപടി പറയാൻ വാക്കുകൾ നഷ്ടപ്പെട്ട് പുറത്തേക്ക് നടന്ന അവളെ കണ്ടതും കണ്ണിലേക്ക് നീറ്റൽ പടർന്നു. റോഹുവിനെ നോക്കിയപ്പോൾ അവൾക്ക് യാത്രയായപ്പെന്നോണം കൈവീശി കാണിക്കുന്നു. അവളോടുള്ള ദേഷ്യം അവനോടും തോന്നി. എന്തിനെന്നറിയാതെ സങ്കടം വന്ന് നിറഞ്ഞതും ഞാൻ സ്റ്റേജിൽ നിന്നിറങ്ങി നടന്നു. എൻ്റെ നോവിൻ്റെ കാരണം മനസ്സിലായതുപോലെ അജുവും കൂടെ വന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ആളൊഴിഞ്ഞ മൂലയിൽ അജുവിൻ്റെ തോളിൽ ചാരി കിടക്കുമ്പോൾ അനുസരണയില്ലാതെ മിഴികൾ പെയ്തുകൊണ്ടിരുന്നു. മെഹറു, പോട്ടടി, വിട്ടുകള. അവർ രണ്ടാളും അതിനെ മറന്നു കളഞ്ഞു. നമുക്ക് മറക്കാം, പോട്ടെ. ഈ ജന്മം അവർക്ക് ഒരുമിക്കാൻ വിധി ഉണ്ടായിരിക്കില്ല. എന്നാലും ഇത്രയും സ്നേഹിച്ചിട്ടും അവരെന്തിനാവും രണ്ടായി പോയത്? ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ അവർക്കിടയിൽ? റോഹുവിന് നമ്മളറിയാത്ത രഹസ്യം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവരുടെ ബന്ധം ആരെതിർക്കാനാണ്? അപ്പച്ചിക്ക് ഷിഫാനയുമായുള്ള ബന്ധം താല്പര്യമില്ല, നമുക്കും ഇല്ല. ഇത്രയും സാഹചര്യങ്ങൾ അവർക്ക് മുൻപിൽ പോസിറ്റീവായി ഉണ്ടായിരുന്നിട്ടും ഒന്നു ചേർന്നില്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തത് തന്നെയാവും കാരണം. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇനി നമ്മളായിട്ട് കഴിഞ്ഞതൊന്നും കുത്തിപ്പൊക്കണ്ട, അത് വിട്ടേക്ക്. അവർക്ക് വേണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലേടാ?
ഇനി നീ പറഞ്ഞ പോലെ നമുക്കും ഇത് മറക്കാം. നോവിനെ മാറ്റി നിർത്തി ഞങ്ങളും തിരക്കിലേക്ക് ഊളിയിട്ടു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പച്ചി ചെക്കനും പെണ്ണിനും മധുരം കൊടുത്തു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ രണ്ടാളും വന്നതും ഷിഫാനയുടെ വീട്ടിൽ നിന്ന് ആളെത്തി. ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ച് ചെക്കനും പെണ്ണും ഇന്ന് പെണ്ണിൻ്റെ വീട്ടിലാണ്. റോഹു എല്ലാവരോടും യാത്ര പറഞ്ഞു. അവസാനം വന്നത് എൻ്റെ അടുത്തേക്കാണ്. ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും തിരികെ വന്ന് എന്നെയും അജുവിനെയും ചേർത്ത് പിടിച്ചു. അവൻ്റെ ആ ചേർത്ത് പിടിക്കലിലുണ്ടായിരുന്നു ഞങ്ങളോട് പങ്കുവെക്കാൻ കഴിയാത്ത എന്തോ ഒരു നൊമ്പരത്തിൻ്റെ പിടച്ചിൽ. അവൻ്റെ നോവിൻ്റെ കാരണം അന്യമായിരുന്നെങ്കിലും ഞാനും അജുവും അവനെ ചേർത്ത് പിടിച്ചു. മൗനം കടം കൊണ്ട ആ നിമിഷങ്ങളിൽ എന്തിനെന്ന് പോലും അറിയാതെ ഞങ്ങളുടെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഷിഫാനയുടെ വീട്ടുകാരെ ഒഴിച്ച് മാളിയേക്കിലുള്ളവരെല്ലാം ഞങ്ങളുടെ മിഴുനീരിനെ ഏറ്റെടുത്ത പോലെ അവരും വിതുമ്പിക്കൊണ്ടിരുന്നു. നീ എന്താടാ പെൺകുട്ടികളെ പോലെ കരയുന്നത്? ഉപ്പുപ്പ് ഒച്ചയെടുത്തതും അവൻ ഞങ്ങളെ വിട്ടുമാറി. അവൻ റിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. കാരണം അറിയാതെ കൂടപ്പിറപ്പിൻ്റെ കണ്ണുനീര് ഏറ്റുവാങ്ങി റിച്ചുവിൻ്റെ നെഞ്ചകവും പൊള്ളുന്നുണ്ടായിരുന്നു. നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണല്ലോ നീ കരയുന്നത്. നീ എന്താ പെൺപിള്ളേരെ പോലെ കിടന്ന് മൂങ്ങുന്നത്? വീണ്ടും അയാൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയപ്പോൾ മാമ വന്ന് റോഹുവിനെ പിടിച്ചു മാറ്റി. മനുഷ്യ മനസ്സിനെ മനസ്സിലാകാതെ പെരുമാറുന്ന ഉപ്പുപ്പാനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കൂടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഞങ്ങളെ വാപ്പുപ്പനോടുള്ള സ്നേഹവും. രോഹു പോയതും വീട് ഉറങ്ങിയതുപോലെ ഒരവസ്ഥയായിരുന്നു. അവൻ്റെ കണ്ണുനീരിൻ്റെ കാരണം അറിയാത്തതുകൊണ്ട് ആർക്കും ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കാര്യം അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കുന്നത് എന്നെയും അജുവിനെയുമാണ്. ഞങ്ങൾക്ക് പോലും അന്യമായ നോവിൻ്റെ കാരണം മറ്റുള്ളവർക്ക് എന്തു പറഞ്ഞു കൊടുക്കാൻ? പിറ്റേന്ന് റോഹുവിനെയും പെണ്ണിനെയും തിരികെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് മാളിയേക്കലിലേക്ക് എല്ലാവരും തിരികെ പോയത്. അടുത്ത സൂര്യൻ ഉദിച്ചത് പതിവ് തിരക്കിലേക്കുള്ള ഞങ്ങളുടെ ഓട്ടവുമായിട്ടാണ്. കുറേ ദിവസത്തെ പെയിൻറ്റിംഗ് വർക്ക്സ് ഉള്ളതുകൊണ്ട് റിച്ചു രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി. എനിക്കൊപ്പം ഓഫീസിലേക്ക് വരാൻ ഒരുങ്ങിയിറങ്ങിയ റോഹുവിനെ കണ്ടതും എനിക്ക് അത്ഭുതമായി. ഡാ, നീ 2 ദിവസം കൂടി കഴിഞ്ഞ് വന്നാൽ പോരെ? എന്തിന്? ഇപ്പം തന്നെ എത്ര ലീവായി. ബന്ധങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും ജോലിക്കാര്യത്തിൽ വേണ്ട, ഡ്യൂട്ടി ഫസ്റ്റ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരത്തെ ഇറങ്ങി ഓഫീസിലേക്ക്. ഓഫീസിലെത്തിയതും അഫ്നയും ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കി. ഞങ്ങൾ കരുതി നിങ്ങൾ 3 ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോയി എന്ന്. ഇതിപ്പോൾ എത്ര ദിവസമായി പോയിട്ട്? അത് ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത്രയ്ക്ക് ഞങ്ങളുടെ പ്രസൻസ് ആവശ്യമുള്ള ചില തിരക്കുകളിൽ പെട്ടുപോയത് കൊണ്ടാണ്, അല്ലാതെ നിർത്തിപ്പോയതല്ല. എന്നാലും നിങ്ങളെയൊക്കെ ഞങ്ങൾ എത്ര വട്ടം വിളിച്ചിരുന്നു, ഒന്ന് ഫോണെങ്കിലും എടുത്തുകൂടായിരുന്നോ? സോറി ബിഡേസ്, അതിനെ പറ്റി സിറ്റുവേഷനിലല്ലായിരുന്നു. കുറേ നേരത്തെ പരാതികൾക്കും മറ്റും മറുപടി കൊടുത്ത് ഞങ്ങൾ 3 കൂടി ഷെറീന മാഡത്തെ കാണാൻ ചെന്നു. ഞങ്ങളെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല പിശാചി. എക്സ്ക്യൂസ് മീ മാഡം. എന്താണ്? ലീവ് കഴിഞ്ഞു ഞങ്ങളുടെ. ഇതെന്താ സത്രമോ? നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനും? നിങ്ങൾക്ക് അനുവദിച്ച ലീവ് കഴിഞ്ഞ് ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഒരു മെയിൽ പോലും അയക്കാതെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഞങ്ങൾ ലീവ് കാരണം വ്യക്തമാക്കി MDക്ക് മെയിൽ ചെയ്തിരുന്നു. റോഷൻ സാർ അത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ. നിങ്ങളോട് ആര് പറഞ്ഞു MDക്ക് മെയിൽ അയക്കാൻ? നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് സീനിയർ പ്രൊജക്ട് മാനേജറായ ഞാനാണ്, അല്ലാതെ MD അല്ല. ഞാൻ വഴിയുള്ള കോണ്ടാക്റ്റ് മതി നിങ്ങൾക്ക് സാറിനോട്, അല്ലാതെ നേരിട്ടുള്ളൊരു കോണ്ടാക്റ്റും വേണ്ട. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല മാഡം. വിനയം വാരി വിതറി അജു പറഞ്ഞു. അത് ഇനി മുതലുള്ള കാര്യം. ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ലീവിൻ്റെ കാര്യം എന്നോട് പോലും പറയാതെ അപ്രൂവൽ കൊടുത്തതിൻ്റെ കാരണം അറിഞ്ഞിട്ട് നിങ്ങൾ ഇനി ജോലി ചെയ്താൽ മതി. ഇവിടെ എന്താ ഷെറീന? അത് ഇവർ ഇത്രയും ദിവസം ലീവായിരുന്നു, എന്നെ ഇൻഫോം ചെയ്തിട്ടില്ല. ആ കാര്യം സംസാരിക്കുകയായിരുന്നു സാർ. ഓ സോറി ഷെറീന, അവരെനിക്ക് മെയിൽ അയച്ചിരുന്നു. ഞാനാണ് അവർക്ക് ലീവ് സാങ്ഷൻ ആക്കിയത്. എനിക്ക് തന്നോട് പറയാൻ മറന്നുപോയതാ. സാറിനാണ് ഇവർ മെയിൽ അയച്ചത്. ഇവരെന്നോട് പറഞ്ഞത് റോഷൻ സാറിനാണ് അയച്ചതെന്നാണ്. ഇപ്പോൾ സാറ് പറയുന്നത് സാറിനാണെന്ന്. ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേഴ്ഫി ദയനീയമായി ഞങ്ങൾ നോക്കി. ആണോ? എന്നാൽ ഞാൻ ഇവരുടെ മെയിൽ കണ്ടത് റോഷൻ്റെ ഐഡിയിലാവും. എന്തായാലും ഞാനാണ് റിപ്ലൈ അയച്ചത്. പെട്ടെന്ന് നാവിൽ വന്ന കള്ളം പറഞ്ഞ് മേഴ്ഫി ഞങ്ങളോട് സീറ്റിലേക്ക് പോയിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഇൻഷ അങ്ങോട്ട് വന്നത്. എന്നെ കണ്ടതും ഓഫീസാണെന്ന് മറന്നതുപോലെ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു. നെഹ്റൂസ്, നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. വന്നേ, എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതെല്ലാം കണ്ട് പിന്നെയും ഇന്നലെ വന്ന് കയറിയ പിള്ളേരുടെ അടുത്ത് തോറ്റു പോകുന്നതോർത്ത് ഷെറീന കണ്ണിലടങ്ങാത്ത പകയുമായി അവരെ തന്നെ നോക്കി നിന്നു. കുറേ ദിവസമായതുകൊണ്ട് ഒത്തിരിയധികം പെയിൻറ്റിങ് വർക്ക് കണ്ട് എൻ്റെ കണ്ണു തള്ളിപ്പോയി.
ഇടയ്ക്കൊക്കെ റിച്ചു 1-2 വട്ടം അടുത്തുകൂടെ പോയെങ്കിലും എനിക്ക് അവനെ ഒന്ന് തല ഉയർത്തി നോക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞിറങ്ങിയതും ശംഖുമുഖം ബീച്ചിലേക്ക് ചെല്ലാൻ റിച്ചുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ റിച്ചുവും മേഴ്ഫിയും അവിടെ മണലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം തിരകളോടൊപ്പം മൂടിക്കളിച്ചിട്ട് ഞങ്ങൾ 5 പേരും കൂടി മണലിലേക്കിരുന്നു. അതെ, നിങ്ങൾ രണ്ടാളും ഹണിമൂൺ ആഘോഷിക്കാനൊന്നും പോണില്ലേ? എവിടെ പോകാനാണ് പ്ലാൻ? മേഴ്ഫി ചോദിച്ചു. എനിക്ക് കുളു മണാലി പോയാൽ മതി മേഴ്ഫി, ഞാൻ നിഷ്കളങ്കതയോടെ പറഞ്ഞു. എന്തിന്? അതെന്താ റിച്ചു, നീ അവളോട് എന്തിനാന്ന് ചോദിച്ചത്? കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ പതിവല്ലേ? എൻ്റെ പൊന്നു മേഴ്ഫി, നീ എന്തറിഞ്ഞിട്ടാ? ആദ്യം പൊന്നാര പെങ്ങളോട് ഹണിമൂണിൻ്റെ അർത്ഥം അറിയുമെന്ന് ചോദിക്കേ. അതെന്താടാ റിച്ചു? മേഴ്ഫി സംശയത്തോടെ റിച്ചുവിനെ നോക്കി. അതിനുത്തരമെന്നോളം മേറു ചോദിച്ചു. നമ്മളെന്നാ കുളുമണാലിക്ക് പോകുന്നത്? അത് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും പോകാമല്ലോ. ട്രിപ്പ് ഞാൻ സ്പോൺസർ ചെയ്യാം. നീയാണടാ ആങ്ങളെ, പൊന്നങ്ങളാ. മെഹറു സന്തോഷത്തോടെ മേഴ്ഫിയെ കെട്ടിപ്പിടിച്ചു. അജു, റോഹു, നമുക്ക് നാളെ തന്നെ ഷോപ്പിങ്ങിന് പോകണം. നമുക്ക് 3 ആൾക്ക് നല്ല 3 സ്വെറ്റർ വാങ്ങണം. നമുക്കവിടെ അടിച്ച് പൊളിക്കണം. അല്ലടാ, ഇനി എന്ത് പറഞ്ഞ് നമ്മൾ 3 ആളും ആ പൂതനയോട് ലീവ് ചോദിക്കും? അവളുടെ സംസാരം കേട്ട മേഴ്ഫി ദയനീയമായി റിച്ചുവിനെ നോക്കി. സോറി അളിയ. കുറേ നേരം കൂടി അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. കടൽക്കരയിൽ ഒരു ലോഡ് മണ്ണും കൊണ്ട് കാറിൽ കയറാൻ നിന്ന മെഹ്റൂനോട് റിച്ചു പറഞ്ഞു. മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് എൻ്റെ കാറിൽ കയറിയാൽ മതി. അതിന് ഞാൻ ഈ വണ്ടിയിലല്ലല്ലോ വരുന്നത്, ഞാൻ എൻ്റെ റൂഹിൻ്റെ വണ്ടി കയറിക്കോളാം. വേണ്ട, ഞങ്ങൾ വേറെ വഴിക്കാണ്, നീ റിച്ചുക്കാൻ്റെ ഒപ്പം പൊക്കോ എന്ന് പറഞ്ഞ് അവർ 3 ആളും എന്നെ മൈൻഡ് ചെയ്യാതെ കാർ ഓടിച്ചു പോയി. ഡി, വരുന്നുണ്ടെങ്കിൽ വന്ന് കയറി, എനിക്ക് പോയി ഒത്തിരി പണികൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പോയി കാറിൽ കയറിയതും റിച്ചുവൊക്കെ കാർ സ്റ്റാർട്ട് ചെയ്തു. നിനക്ക് ഹണിമൂണിന് എവിടെ പോകണമെന്നാ പറഞ്ഞത്? കുളുമണലി. ആരൊക്കെയാ പോകുന്നേ? ഞാൻ, അജു, റോഹു. എന്താ റിച്ചുക്ക വരുന്നില്ലേ? ഇത് പിക്നിക് ട്രിപ്പല്ല, ഹണിമൂൺ ട്രിപ്പാണ്. ഞാനും നീയും മാത്രമുള്ള ട്രിപ്പ്. അപ്പോൾ അവന്മാർക്ക് വിഷമമാവില്ലേ നമ്മൾ മാത്രം പോകുമ്പോൾ? അതിനവർ തന്നെ പോലെ പൊട്ടന്മാരല്ലല്ലോ, അവർക്ക് കാര്യം അറിയാം. റോഹുവിനെ ഇപ്പോൾ വിടാം ഹണിമൂൺ ട്രിപ്പിന്. അജു കല്യാണം കഴിഞ്ഞ് പൊയ്ക്കോളും. ആണോ? എന്നാൽ നമുക്ക് പോയാലൊക്ക. നമ്മൾ പോയിട്ടെന്തിനാ, മാനം നോക്കി കിടക്കാനോ? അതെന്താ, നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിന് റൂഫില്ലേ? എൻ്റെ പൊന്നു മെഹ്റു, ഞാൻ ഉദ്ദേശിച്ചത് നിനക്കറിയാഞ്ഞിട്ടാണോ അതോ നീ പൊട്ടനാട്ടാടുകയാണോ? അവൻ്റെ പരിഭവത്തിൻ്റെ കാരണം മനസ്സിലായതും റിച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസ? അതിന് എന്നാ വിജയ? വരും, വരാതിരിക്കില്ല റിച്ചുക്ക. എന്നോട് നീ കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് എൻ്റെ ഫാൻസുകാർ നിന്നെ പൊങ്കാലിട്ട് കൊല്ലുവടി പുല്ലേ. മോനെ റിച്ചു, നിന്നേക്കാൾ ഫാൻസ് ഈ മെഹ്റൂനാ കേട്ടാ. ആയിക്കോട്ടെ, അല്ലെങ്കിലും നമ്മളെന്നും പുറത്തല്ലേ. അതെ റിച്ചുക്ക, അപ്പം നമ്മൾ കുളുമണാലിക്ക് പോകില്ലേ? നിൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും നമ്മൾ പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. എനിക്ക് തോന്നട്ടെ ഹണിമൂണിന് പോകാൻ നീ ഓക്കെ ആണെന്ന്. അപ്പം നിന്നെ ഞാൻ കുളുമണാലിക്ക് കൊണ്ടുപോകാം. ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം.